16,500 ഇസ്രായേൽ സൈനികർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ ഒരു വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി. തീവ്രമായ സംഘർഷാവസ്ഥയുടെ ചൂടിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന്, അതും ടെൽ അവീവിലെ തെരുവുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റായി വീശിയടിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ലോകത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തു. വൈറലായ വീഡിയോയിൽ സൈറണുകളുടെ അലർച്ചയ്ക്കിടയിലൂടെ ഭയന്നു വിറച്ച് ഓടിപ്പാഞ്ഞു വരുന്ന ഒരാൾ, അവർ ഇരുട്ടിൽ നമ്മുടെ ആളുകളെ കൊല്ലുന്നു, 16,500 പേർ കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറയുന്നതും ചുറ്റും വാഹനങ്ങൾ നിരന്നിരിക്കുന്നതും കാണാം. കണ്ടിരിക്കുന്ന ആർക്കും തോന്നും ഇതൊരു സിനിമയല്ല, യഥാർത്ഥ യുദ്ധക്കളത്തിലെ ദൃശ്യങ്ങളാണെന്ന്. എന്നാൽ ഈ സത്യം കേട്ട് നമ്മൾ ഷോക്കടിക്കുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ ഒരു AI മാജിക് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എത്ര പേർക്കറിയാം? സോഷ്യൽ മീഡിയയുടെ ഓരോ കോണിലും ഈ വീഡിയോ തരംഗമായി മാറിയെങ്കിലും ചില വിരുദ്ധന്മാർക്ക് ചെറിയൊരു സംശയം തോന്നി. എന്തോ ഒരു പന്തികേട് എന്ന തോന്നലിൽ നിന്നാണ് സത്യം പുറത്തു വന്നത്. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഈ വീഡിയോയുടെ ദൃശ്യങ്ങളിൽ ചില അസ്വാഭാവികതകൾ ഒളിഞ്ഞിരിക്കുന്നത് വിദഗ്ധർ കണ്ടെത്തി. ഇത് AI നിർമ്മിതമാകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. പിന്നെ ഒട്ടും വൈകിച്ചില്ല. വിദഗ്ധർ ഹൈവ് AI കണ്ടക്ട് ഡിറ്റക്ഷൻ ടൂൾ എന്ന ടെക്നോളജി ആയുധമെടുത്ത് ഇറങ്ങി. ഫലം മറ്റൊന്നായിരുന്നു. ഈ വീഡിയോ 100% AI നിർമ്മിതമാണെന്ന് അവർ സ്ഥിരീകരിച്ചു. അതായത് നമ്മളെല്ലാം കണ്ടു ഞെട്ടിയ ആ യുദ്ധക്കളം ഒരു കമ്പ്യൂട്ടറിന്റെ ഭാവനയിൽ വിരിഞ്ഞതായിരുന്നു. ഈ AI വീഡിയോയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണം ചെന്നെത്തിയത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ്. ഷായ് ഫ്രീഡ്മാൻ എന്ന പേജിലുള്ള ഒരു അക്കൗണ്ട് ജനുവരി 19 ഈ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അത് AI നിർമ്മിതമാണെന്ന് വ്യക്തമായി ലേബൽ ചെയ്തിരുന്നു. ഈ പേജിൽ പങ്കുവച്ചിട്ടുള്ള മറ്റ് വീഡിയോകളും AI നിർമ്മിതമാണെന്നത് സത്യം എത്രത്തോളം വളച്ചൊടിക്കപ്പെട്ടുവെന്ന് തെളിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇത്രയധികം ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഒരു റിപ്പോർട്ടും നിലവിലില്ല. ഇസ്രായേൽ സർക്കാർ സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്താകെ 13 പേർ മാത്രമാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 16,500-ൽ നിന്ന് 13-ലേക്ക് എത്തുമ്പോൾ ആ വ്യാജ വാർത്തയുടെ ഭീകരത എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു മൊബൈൽ സ്ക്രീനിലെ ഏതൊരു ദൃശ്യവും കണ്ണടച്ച് വിശ്വസിക്കും മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതേസമയം ഈ ഒരു വാർത്ത കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന പലരും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തത് നന്നായി എന്നൊക്കെയായിരുന്നു. പക്ഷേ ഒരു AI വീഡിയോയാണിത്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വൻ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഈ നീക്കം നടത്തിയത്. ആക്രമണത്തിൽ ആളപായമോ വികിരണ ചോർച്ചയോ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ഇറാൻ ആണവായുധം സ്വന്തമാക്കരുത് എന്ന പ്രധാന ലക്ഷ്യമാണ് അമേരിക്ക മുന്നിൽ കാണുന്നതെന്നും യുദ്ധലക്ഷ്യങ്ങൾക്കരികെയാണ് അമേരിക്കയെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിക്കുകയും ചെയ്തു.